മമ്മ ആരാത്? സോളമൻ ചാനല്ലേ? ആന്നേ. അങ്ങ് വളർന്നോ എന്നോടാ? അവസാനം കാണുമ്പോ നീ ഇത്രേ ഉള്ളായിരുന്നു. എന്നെ വേറെ എവിടെയും വെച്ച് കണ്ടതിൽ മനസ്സിലാവുമായിരുന്നു. പ്രയാസമായനെ. കൊല്ലം 6-7 ആകുന്നു അല്ലേ? എങ്ങനെയുണ്ട് മാവേലിക്കരന്ന് മൈസൂർ വന്ന് വെട്ടിട്ട്? കുഴപ്പമൊന്നുമില്ല. നിന്റെ അനിയത്തി എങ്ങനെ ഇരിക്കുന്നു? എന്തായിരുന്നു അവളുടെ പേര്? ഷൈനി. ഷൈനി. എങ്ങനെയുണ്ട് അവള്? 9-ലായി. എന്ത് പെട്ടെന്നാ കാലം പോകുന്നത്. നമ്മൾ ഊത്ത പിടിക്കാൻ പോയപ്പോ ഒപ്പം മരണമെന്ന് പറഞ്ഞ അവള് കിടന്ന് കരഞ്ഞതും നിന്റെ അമ്മച്ചി വന്ന് വഴക്ക് പറഞ്ഞതൊക്കെ ഇന്നലത്തെ പോലെ ഓർമ്മ. എവിടെ മാഡം? ഉറക്കമാ, അറിഞ്ഞു കാണുകയല്ല. ഏയ് ഉണന്ന് കിടക്ക. ആദ്യത്തെ ഹോണിന് ഉണന്ന് കാണില്ലേ? മമ്മ ഞാനാ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഉടക്കില്ല. ലേറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വന്നാ വാതില് തുറക്കില്ല എന്ന ഒരു കണ്ടീഷൻ. എങ്കിലും നീ ലോറി കിടക്കും, വന്നിട്ട് ഇറങ്ങത്തുള്ളൂ. അല്ല സോളമൻ ചാൻ എന്റെ റൂമിൽ കിടക്കാം. ലോറി കിടക്കണ്ട. വെറുതെ അല്ലടാ ഇത്, മമ്മയെ വരട്ടാനല്ലേ. ഇറങ്ങി വരും, നീ കണ്ടോ? അല്ല ഇച്ചാൻ ഇത്തരം വണ്ടിയല്ലേ? റീത്തമാവി പറഞ്ഞത് പണ്ട് കുറെ കാലം ഇത് ഓടിച്ചോണ്ട് നടന്നിട്ട് പിന്നെ അതേന്ന് പറഞ്ഞ് ഇറക്കിയേക്കുവാനാണല്ലോ. അതും എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അതോ ഇച്ചായനെ പ്രസവിച്ചത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റീത്തമാവിക്ക് സംസാരിക്കാൻ ഒറ്റ വിഷയമുള്ളൂ, അതറിയില്ലേ ഇച്ചായൻ? ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 2 മാസം കഴിയുന്നു. ഇതിലൊറ്റ ദിവസം പോലും ഇല്ല റീത്തമാവ് ഇച്ചായന്റെ കാര്യം പറയാത്തായിട്ട്. ശരിക്കും ആന്റണി ബോറടിച്ചിട്ടുണ്ടാവും. അങ്ങനൊന്നുമില്ല. ഉള്ളത് പറഞ്ഞാലേ ഇതേലെ പണി വിട്ടിട്ട് കൊല്ലം 4-5 ആയി. അല്ലെങ്കിൽ അതൊരു ഫുൾ ടൈം പണിയൊന്നും ഇല്ലായിരുന്നു മമ്മ വിചാരിക്കുന്ന പോലെ. ഡ്രൈവ് ചെയ്യാനുള്ള കമ്പത്തിന്ന് കയറിയൊരു ഇളക്കം അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ടുണ്ടായ നേട്ടം ആ വകുപ്പിൽ കിട്ടിയ കുറെ ഫ്രണ്ട്സാ. ഇതുപോലെ ചില വണ്ടികൾ ചിലപ്പോ കൈ കിട്ടും 1-2 ദിവസത്തെ ഗ്യാപ്പിന്. ഇവൻ റിപ്പയറാ, ഫില്ല് ചെയ്താ നിക്കില്ല, വഴിനീളം മൂത്രിക്കും. അത് കാരണം 2-3 ദിവസത്തേക്ക് ഓട്ടോ ഇല്ല. ഇത് പിന്നെ മമ്മയെ ചുമ്മാ ഒന്ന് വിരട്ടാനും കൂടെ വേണ്ടിട്ട് എടുത്തോണ്ട് പോകുന്നതാ. വീണ്ടും ഞാനിത് കേറി എന്ന് പറഞ്ഞ ആദ്യം ഒരു ബഹളമുണ്ട്. ഉണ്ട്, ഞാനിവിടെ നിപ്പുണ്ട്. ആഹാ, അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ കേട്ടായിരുന്നോ? എല്ലാം കേട്ടു. അപ്പൊ നമ്മുടെ പ്ലാൻ സുല്ലാണോ അല്ലയോ തീരുമാനിക്കണേ. നീ പറയുന്നതിൽ ഏതാ സത്യം ഏതാ നുണന്നറിയണ്ടേ? യോ മമ്മ, ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, പറയാറുള്ളൂ, ഇനി അങ്ങോട്ട് പറയുള്ളൂ. നീ എന്നോട് തലയിലടിച്ച് സത്യം ചെയ്തല്ലോ പാതിരാ നേരത്ത് ഇതെന്നല്ല ഒരു വാഹനം ഓടിക്കലാന്ന്. അതിന് മമ്മ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിടുമ്പോ സന്ധ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും പാതിരൊന്നും ആയിട്ടില്ല. ഇല്ല, 2:30 മണിയേ ആയിട്ടുള്ളൂ. വാ, വന്ന് കിടന്ന് ഉറങ്ങ. അയ്യോ, ഉറങ്ങാനൊന്നും നേരമായിട്ടില്ല. എന്നാ നീ ഉറങ്ങണ്ട, ബാക്കിയുള്ളവർ ഉറങ്ങിക്കൊള്ളാം. അതെങ്ങനെ ഉറങ്ങുന്നേ? എനിക്ക് വിശന്നിട്ടൊരു അന്തവും ഇല്ല. എന്തേലും ആഹാരം വേണം, അതും ഫ്രിഡ്ജിലിരിക്കുന്ന ഒന്നും എടുത്തു തന്നാ പറ്റിയല്ല, ചൂടായിട്ടുണ്ടാക്കി തന്നേ പറ്റൂ. ഒന്നും ആയിട്ടില്ല. എന്ത് തീറ്റയാടാ ഇത്? അത് നേരമല്ലാത്ത നേരത്ത് 6-7 ആയി. മമ്മയ്ക്ക് ഉറക്കപ്പിച്ചിന്റെ കൊണ്ട് തോന്നുന്ന. ഇതും കൂട്ടി ഇതിപ്പോ 3 അല്ലടാ? അതെ. വന്നു കയറുന്നതിന് മുമ്പ് അവനെയും കൂടി അങ്ങ് ശിക്ഷപ്പെടുത്തി കളഞ്ഞല്ലോ. ആന്റെ അപ്പൻ ഉറക്കം വരുന്നേ പോയി കിടന്നുറങ്ങ്. ഇല്ല, എന്റെ ഉറക്കമൊക്കെ പോയി. കണ്ടോ, അവന്റെ ഉറക്കവും കളഞ്ഞു. കാലത്തെ ക്ലാസ് ഉള്ള ചെറുക്കനാ. ഏയ്, ആന്റണി ഒന്നും ഉറങ്ങുന്നില്ല. 7 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കാണുകയില്ലേ അല്ലടാ? ഒരാടി നല്ല ചിൽഡ് ചിക്കൻ, ബെസ്റ്റ് കോമ്പിനേഷൻ, ചൂട് ചപ്പാത്തി ആയിട്ട്. മേരി എവിടാ അമ്മ? ഇനിയിപ്പൊ അവളെ ഉണത്തണ്ട. മേരി ഉറങ്ങിയോ? ക്യൂൻ മേരി ഇത്ര നേരത്തെ ഉറങ്ങിയെന്നോ? മേരി, ക്യൂൻ മേരി. അയലത്തുകാരെ ഉറക്കുകയല്ല.
അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നോണ്ടാ. ഹായ് മേരി. വല്ല കാര്യമുണ്ടോ ഈ വെളുപ്പാങ്കാലത്ത് അവളെ വിളിച്ചുണർത്തിട്ട്? ഹൗ ആർ യു മേരി? കേട്ടു ബഹളം. എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയാലോ? വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന VIP ഗസ്റ്റിനെ സ്വീകരിക്കാൻ എണീറ്റ് വരണ്ടേ? അതല്ലേ വന്നത്. പ്രീതമായി മാറിക്കോ, ഞാനുണ്ടാ. വേണ്ട വേണ്ട, അതൊക്കെ മമ്മ എന്നെ അങ്ങ് ഉണ്ടായിക്കോളും. മമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ ഞാൻ കഴിക്കൂ, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വന്ന പോലെ സ്ഥലം വിടും. കണ്ടോ കണ്ടോ, അവൻ എന്നെ ഉറക്കരുതെന്നല്ലേ ഉള്ളൂ, വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ആണ്ടിൽ ഒരാഴ്ച തികച്ച് മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ വരികയില്ല. എന്നിട്ടാ മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതേ കഴിക്കൂ എന്നൊരു വാശി. ഇവിടെ വരുമ്പോ പിന്നെ അങ്ങനെയൊക്കെ അല്ലയോ മമ്മ വേണ്ടത്? ഇവിടെ വരുന്നത് തന്നെ അതിനൊക്കെ വേണ്ടിട്ടല്ലയോ? ഇതാർക്കാ? ഇതെനിക്ക്. ഇതിന്റെ അടുത്ത് താനടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്, അതിന്റെ അടുത്ത് ആറ്റടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്. അങ്ങനെ അങ്ങ് രണ്ടുപേരുടെ വയറ് നിറയുമ്പോഴത്തേക്ക് നേരവും വെളുക്കും. മൈസൂര് വന്നിട്ട് നീ ഇവിടുത്തെ ഭാഷ പഠിച്ചോ? ഈ ഗുലു ഗുലു ഗുലു. ആ കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ആദ്യം വലിയ പാടായിരുന്നു. നീ വന്നിട്ടിപ്പോ 2 മാസം ആവുന്നു അല്ലടാ? ആ കഴിയുന്നു. ആദ്യമേ ഞാൻ എന്റെ ഉള്ളിൽ വരുന്നത്. ഞാൻ വരുമ്പോഴേ ഇത് തുറക്കാറുള്ളൂ. താക്കോൽ എന്റെ കയ്യിലാ. മുഴുവനും പൊടിയാ. ബാംഗ്ലൂർ നേരെ വിട്ടിങ്ങി പോരുമായിരുന്നോ? ആ ഒറ്റയടിക്ക്. പിന്നല്ലാതെ. വഴിക്ക് മാണ്ടിയുടെ അടുത്തൊരിടത്ത് നിർത്തി ഒരു 10 തട്ടുദോശ അടിച്ചു. ആ എന്നിട്ടായിരുന്നോ? അത് ചുമ്മാ മമ്മയുടെ ഒരു സന്തോഷത്തിനെ. സന്തോഷത്തിനോ? ഞാനിപ്പോ വഴിന്ന് വല്ലതും കഴിച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇവിടെ ഇപ്പൊ എന്തായിരുന്നേനെ സീനെന്നാ. എന്നെ ഇന്ന് ഉറക്കത്തില്ലായിരുന്നു. റീത്തമാവിക്ക് എപ്പോഴും സങ്കടമാണ് സോളമിച്ചന്റെ കാര്യത്തില്. മമ്മയെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇട്ടേച്ച് അങ്ങും ഇങ്ങും പോയി കിടക്കുന്നു പറഞ്ഞ എപ്പോഴും വിഷമാ. ഞാൻ വെറുതെ അങ്ങും ഇങ്ങും പോയി കിടക്കുകയല്ലോ, അവിടെ സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിക്കല്ലേ. ഓ എന്തോ ജോലിയാ? ഇവിടെ താമസിച്ചുകൊണ്ട് മാസത്തിൽ 1-2 തവണ പോയി നോക്കി ഒരു സൂപ്പർവിഷൻ നടത്തിയാൽ മതി എന്നാണല്ലോ റീത്തമാവി പറയുന്നത്. സോളമിച്ചാന്റെ ഫാർ അങ്ങനെയല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നേ? എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞേ, അങ്ങനൊന്നും ചെയ്താൽ ശരിയാവില്ല. 56 ഏക്കറിലാ ഞാനിപ്പോ അവിടെ മുന്തിരിയായിട്ടിരിക്കുന്നത്, അറിയോ? 56 acres ഓഫ് വൈൻ യാർഡ്സ്. മുളകും മൽബറിയും പാഷൻ ഫ്രൂട്ടും ചോളവും ഒക്കെ അത് വേറെ. ഒരാൾ അവിടെ ത്രൂ ഔട്ട് നോക്കാൻ കിടന്നില്ലേൽ ഒരു കാര്യമില്ല. അതിനേക്കാൾ കൃഷി ചെയ്യാതിരിക്കുന്ന നല്ലത്. അപ്പന്റെ കാലത്തെന്ന് പറഞ്ഞാൽ അത് കാലം വേറെ. ഇന്നിപ്പോ തൊഴിലാളികൾ മാറി. കേരളത്തിലെ പോലെ ഇല്ലേലും ഇവിടെയും യൂണിയനും വേജ് ബോർഡും ഒക്കെ സ്ട്രോങ് തന്നെ. പിന്നെ മമ്മയോട് ചോദിക്കേ, അപ്പന്റെ കാലത്ത് കിടന്ന പോലാന്നോ ഇപ്പൊ ആ മുന്തിരിത്തോട്ടങ്ങൾ കിടക്കുന്നതെന്ന്? സ്റ്റൈലാണോ? പിന്നെ നീ വന്നൊന്ന് കാണ്. ഞാനിതൊരു വൈൻ യാർഡ്സ് കണ്ടിട്ടില്ല. ഭയങ്കര റൊമാൻറ്റിക് കൺസെപ്റ്റ് ഒക്കെയാ. പക്ഷെ കൃഷി ചെയ്തെടുക്കാൻ, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ ഇതിനേക്കാൾ എളുപ്പമാണെന്നാ തോന്നുന്നു. എന്താ വെളുപ്പിക്കാൻ തന്നെയാണോ പരിപാടി? കിടക്കുന്നില്ലേ? ഇല്ല. ആന്റപ്പൻ ഉറക്കം വരും. ഏയ്, മമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലേ മമ്മയെ കൂടെ ഇങ്ങനെ വന്നിരിക്കേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് ഉറക്കം ഒഴിക്കാം. പിന്നൊരു കാര്യം, നേരം വെളുക്കുന്നതിന് മുമ്പേ സ്ഥലം വിട്ടേക്കരുത്. വെളുപ്പാങ്കാലത്ത് വണ്ടി എടുത്തോണ്ട് ഒരു പോക്കുണ്ട് നിനക്ക്, അത് പറ്റുകയില്ല. എനിക്ക് നിന്നോട് വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അയ്യോ പോകുന്നില്ല മമ്മ. ആ ഗുഡ് നൈറ്റ്. മമ്മയ്ക്ക് എപ്പോഴും പേടിയാ ഞാൻ രാത്രി തന്നെ സ്ഥലം വിട്ട് കളയോന്ന്. അതെപ്പോഴും അങ്ങനെ ചെയ്തിട്ടല്ലേ? വെളുപ്പാങ്കാലത്തെ കാറ്റും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ എന്ത് സുഖമാണെന്നോ. ഇന്നും പോവോ? ഏയ്, നീ ഇവിടില്ലേ, അതുകൊണ്ട് പകല് ബോറടിക്കല. ഞാനും മമ്മയും മാത്രമായിട്ട് എത്ര നേരം എന്തോ പറയാനാ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ചേച്ചി. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. മമ്മ, റീത്തമ്മാമി ബാത്റൂമില്ല, ചായ വേറെ വേണമായിരിക്കും. ആ അത് തന്നെ. കൊണ്ടുവരാം. മൊരട്ട മണ്ണായി നാട്ടിലേത്, ഭയങ്കര റഫാ. എന്നാൽ അതിനെ എന്റെ പാട്ടിലങ്ങ് വിട്ടേച്ച് ചുമ്മാ ഇരുന്നാ പോരായോ? അങ്ങനെയല്ലടി. ഓ ആന്റണി, ഇരിക്കടാ. മതിയടാ ഉറങ്ങിയത്? ഏതാടാ 2 കിളികള്? അപ്പുറത്താണോ? ഇവിടെ ഇരുന്നാ കാണാം.
അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ. മലയാളീസ് ആണല്ലോ. ആ, എത്ര ആളായി വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം സോളമിച്ചാൻ വന്നപ്പോ ഇവരില്ലായിരുന്നല്ലോ. ഇല്ല, അന്ന് അവിടെ വെറുതെ പൂട്ടി കിടക്കായിരുന്നു. ആ, അപ്പൊ അതിനുശേഷം വന്നവരാ. അത് മനസ്സിലായി. എന്നാ അത്രയും മനസ്സിലാക്കിയാ മതി. അവന്റെ ഒരു ജാടാ. അവര് വന്നിട്ട് ഇപ്പൊ കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ. ഞാൻ വന്ന് 1-1.5 മാസം കഴിഞ്ഞപ്പോഴാ അവര് വരുന്നത്. അവരെന്ന് പറയുമ്പോ? അവരെന്ന് പറയുമ്പോ മിസ്റ്റർ പോൾ പൈലക്കാരൻ ആൻഡ് ഹിസ് ഫാമിലി. പോൾ പൈലോക്കാരനോ? യെസ്. എന്താ കക്ഷി? കക്ഷി നല്ല വെള്ളമാ. ഏതാണ്ട് ജോലിയുണ്ട്, റെയിൽവേയിലോ മറ്റോ. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അല്ല, വേറെ ഏതോ സെക്ഷനില്ല. ഫാമിലി എന്ന് പറയുമ്പോ? മിസ്സിസ് റോസി പൈലോക്കാരൻ, പിന്നെ അതാ അത് 2 മൂത്തത് സോഫിയ, പഠിപ്പ് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നു. ഇളയത് എലിസബത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിന്റെ ഒപ്പമാണോ? അല്ല, വേറെ കോളേജിലാ. മിടി ഇട്ടത് മൂത്തത്, സ്കേർട്ട് ഇട്ടത് ഇളയത്. സോഫിയയും എലിസബത്ത്. അതെ. സോഫിയ ലോറനും എലിസബത്ത് ടൈലറും. രണ്ടും പഴയ 2 സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നീയുമായിട്ട് എങ്ങനെ? ഏയ്, ഏ? ഗുഡ് മോർണിംഗ് ക്യൂൻ മേരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പോഴാ രണ്ടും കൂടെ കിടന്നത്? വെളുപ്പാങ്കാലം വരെ ബഹളം കേട്ടല്ലോ. ചുമ്മാ ഒരു ഇളക്കം. ഈ മേരിയുടെ ഹസ്ബൻഡിനെ പറ്റി വല്ല വിവരമുണ്ടോ? അതിനവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ജയിലില്ല. പുള്ളി പഴയ ഗൾഫാ. മേരി അവിടെ ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അവിടെ ഏതോ ഡോക്ടേഴ്സിന്റെ കൈപ്പശവ് മൂലം മരിച്ചുപോയി. അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് അവിടെ ഏതാണ്ട് ഫ്രോഡ് കാണിച്ചതാ. കൈ വെട്ടേണ്ടതാ. എങ്ങനെയാ ഇതിന് രക്ഷപ്പെട്ടു. ഇവര് സോളച്ചാന്റെ ഫാദറിന്റെ പപ്പയുടെ വീട്ടിലെയാ. ഏതായാലും ഇവിടെ അവരുള്ളതുകൊണ്ട് അവർക്കും കൊള്ളാം, അമ്മയ്ക്കും കൊള്ളാം. ഞാനുമായിട്ട് ഉടക്കാം. സ്വല്പം ഭരണ കൂടുതൽ. ഏയ് പാവം, അവർക്കറിയാം അവരുടെ വിഷമം. അല്ല, ഇത്രേ ആയുള്ളോ? എളുപ്പം കുളിച്ച് റെഡിയാക്. അപ്പന്റെ കുഴിമാടത്തിൽ പോയിന്ന് പ്രാർത്ഥിക്കണം. ഓർമ്മ നാളിലോ നീ വന്നില്ല. പോയിക്കളെ. നീ വരുന്നോ? എനിക്ക് കോളേജുണ്ട്. എത്ര മണി വരെ? ഉച്ചവരെ. പോണെന്ന് നിർബന്ധമുണ്ടോ? ആ ഉണ്ട്. പറ്റിയ കയ്യിലാ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്.